ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു ദി ഹോം ഷെഫ്. എന്താ എല്ലാവരും വിശേഷങ്ങൾ? ഇവിടെ ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, ഇപ്പോൾ സുഹൂർ ടൈം ആട്ടോ. അപ്പോൾ സുഹൂറിന് ഒരു കട്ടൻ ചായയും 2 സ്ലൈസ് ബ്രെഡും കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കില്ല. തിരക്കൊന്നുമില്ല കേട്ടോ, ഈ സമയമായതുകൊണ്ട് ഭയങ്കര കാമൻ ക്വയറ്റാണ്. നിങ്ങളൊക്കെ സുഹൂറിന് എണിക്കാറുണ്ടോ? ഇവിടെ ഞാൻ എന്നും എണിക്കാറൊന്നുമില്ല കേട്ടോ. ലേറ്റായിട്ട് കിടക്കുന്ന ദിവസങ്ങളൊന്നും നമ്മൾ സുഹൂറിന് എണിക്കാറൊന്നുമില്ല. ചില ദിവസങ്ങളിൽ നേരത്തെ കിടക്കും, അപ്പോൾ സുഹൂറിന് എണിക്കും. അങ്ങനെ ചായ റെഡിയായി. നെക്സ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കല്ലേ. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് സൈഡിൽ പഴം ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ വിചാരിച്ച ബ്രെഡ് ടോസ്റ്റും പീനട്ട് ബട്ടറും പഴം കൂടി കഴിക്കാം. സുഹൂർ കഴിഞ്ഞാൽ പിന്നെ കിടക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. ഇന്ന് മോൾക്ക് സ്കൂളിലെ ദിവസം, അപ്പോൾ കിടന്നാൽ പിന്നെ എണിക്കാൻ ലേറ്റാവും, മടിയാവും. സോ കിടക്കുന്നില്ല. പിന്നെ ഇനി അവളെ വിളിക്കാനും റെഡിയാക്കാനും കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം എന്നാൽ ശരി, ഞാൻ പോയി ഇത് കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ നേരെ പുലർന്നു. സമയം ഇപ്പോൾ ഒരു ഉച്ചരായിക്കാണ് കേട്ടോ. ഈ സമയത്താണ് ഇഫ്താറിനുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ എന്നിങ്ങനെ ആലോചിച്ചിട്ട് എന്നും ഫ്രൈഡ് ഐറ്റംസാണ്. ഒന്നെങ്കിൽ സമൂസ അല്ലെങ്കിൽ കട്ട്ലേറ്റ്, ഏതെങ്കിലും ഒന്ന് സ്ഥിരമായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്ന് തോന്നി അങ്ങനെ ഫ്രൈ ഒന്നും ചെയ്യണ്ട, ഡീപ് ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കി വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിക്കാം. അങ്ങനെ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് അവസാനം നമ്മുടെ പിസ്സയുടെ ഡോ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് തോന്നി ഒരു ഡിഫറെൻറ്റ് ടൈപ്പിൽ ഒരു 3 ഡിഫറെൻറ്റ് ഫ്ലേവറിൽ ഉണ്ടാക്കാൻ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ച് പരത്തി ഇടിച്ച് പരിവാക്കി എടുത്തിട്ടുണ്ട്. ഈ ഡോ ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തൊരു അളവൊക്കെ പറഞ്ഞു തരാണെങ്കിൽ 2 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് പാലിൽ 1 ടീസ്പൂൺ പാലൊന്ന് ചെറുതായിട്ടും ചൂടാക്കും, വാം മിൽക്ക് ആവണം. അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റും കൂടി ചേർത്ത്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റില്ലേ, അതും കൂടി ചേർത്തിട്ട് അതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക. ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ മൈദയിലേക്ക് അതും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിന് മേലെ കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ കുറച്ച് ഒരു വാമായിട്ടുള്ള പ്ലേസിൽ വെക്കാൻ പെട്ടെന്ന് അത് ഫെർമെൻറ്റേഷൻ നടക്കും, പെട്ടെന്ന് അത് പൊന്തി വന്നോളും. ഭയങ്കര തണുപ്പൊക്കെ ആണെങ്കിലാണ് പൊന്തി വരാൻ കുറച്ച് പാട്. പിന്നെ ഓവൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കുക്കിംഗ് റേഞ്ചിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ നടക്കും. അത് അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെക്കുക. അപ്പോൾ അതിങ്ങനെ ആയി വരും. പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എന്ത് ഷേപ്പിലാണോ ഉണ്ടാക്കുന്നത്, എന്താ ഉദ്ദേശിച്ച് ആ രീതിയിലാക്കി എടുക്കുക. ഇപ്പോൾ പിസ്സക്ക് ആണെങ്കിൽ ഇപ്പോൾ 2 കപ്പ് മൈദയാണെങ്കിൽ 2 പിസ്സ എന്നുള്ള രീതിയിലെടുക്കുക. ഒരു മീഡിയം അല്ലെങ്കിൽ ലാർജ് ഇട്ടും അറിയില്ല, ഒരു മീഡിയം ടു ലാർജ് ആ ഒരു ഇതിൽ 2 പീസ് ഉണ്ടാക്കാനുള്ളതുണ്ടാവും. ഇവിടെ ഇപ്പം ഞാൻ 3 ഇങ്ങനത്തെ ഒരു ഇതിലും പിന്നെ ഒരു എക്സ്ട്രാ ഒരു സ്മോൾ പിസ്സയുടെ ഒരു ഇതിലും കൂടിയിട്ടുള്ള മൈദ ഉണ്ടായിരുന്നു. എനിക്ക് 3 ടൈപ്പ് ഫ്ലേവറിൽ ഉണ്ടാക്കണം. അതാണ് ഞാൻ ഈ 3 പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കി എടുത്തുള്ളത്. എന്നിട്ട് നമ്മളിതിങ്ങനെ പരത്തി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്താട്ടോ. പരത്തിയിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സെസമി സീഡോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും ഇടാം. ഞാൻ വെറുതെ ഒന്നൊരു കാണാനുള്ള ഭംഗിക്ക്, പക്ഷേ ക്യാമറയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ കറക്റ്റ് ഒന്നും കാണുന്നില്ല അല്ലേ ശരിക്കും. നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. എന്നിട്ട് ആദ്യത്തെ ഇതിൽ ഞാൻ ആദ്യം കുറച്ച് നമ്മുടെ മൊസറല്ല ചീസില്ലേ അതൊന്നിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ വൈറ്റ് സോസിൽ ഞാൻ കുറച്ച് മറ്റേ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ആ കളർ ഒരു റെഡിഷ് കളർ തോന്നിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ ചിക്കൻ ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അതും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എഗെയിൻ നമ്മുടെ മറ്റേ മൊസറല്ല ചീസിന് പിന്നെ ഇട്ട് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടാക്കിയാൽ ഹസ്ബൻഡിന് കൂടുതൽ ഇഷ്ടമായത് ഈ ഫ്ലേവറായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മുടെ സാത്തർ പൗഡർ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് അതൊരു 2 ടീസ്പൂൺ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ, നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ഈ ഡോൻ്റെ മേലെ അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചീസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു അടുത്തൊരു ഡിഫറെൻറ്റ് ഫ്ലേവറായിട്ട് വേറെ കിട്ടും. നെക്സ്റ്റ് നമ്മൾ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്ന പിസ്സ ഒരു ഇതിൽ തന്നെ പിസ്സ സോസ് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഇഷ്ടമുള്ള ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ വെജ് ഇഷ്ടമുള്ളവരാണെങ്കിൽ വെജ്, അങ്ങനെ എന്താണെങ്കിലും ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ചിക്കനും കുറച്ച് ടൊമാറ്റോ പിന്നെ കുറച്ച് ചില്ലി അങ്ങനെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ സെയിം മൊസറല്ല ചീസ് തന്നെ ഇട്ട് നമ്മൾ ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്. ആദ്യം നമ്മൾ ഓവനൊന്ന് ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ മുന്നേ, ഇങ്ങനെ ചീസൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ ആദ്യം നമ്മൾ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് സാധനം വെക്കുമ്പോഴും എന്തിനാ ഓവൻ എല്ലാവരും ചോദിക്കും, എന്തിനാ എപ്പോഴും പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണമെന്ന് എല്ലാവർക്കും സംശയം, പല ആൾക്കാരും ചോദിക്കണേക്കാം. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചാലാണ് എല്ലായിടത്തേക്കും സെയിം ലെവൽ ഓഫ് ടെമ്പറേച്ചർ കിട്ടുള്ളൂ. അതിനാണ് എപ്പോഴും എല്ലാവരും ഇതിങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. സോ 180 ഒരു 20 മിനിറ്റ്സ് നമുക്കത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇത് ഞാൻ പത്തിരി ഉണ്ടാക്കി കേട്ടോ. പിസ്സ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ഞാൻ ആദ്യമേ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പത്തിരിക്ക് എനിക്ക് കുറച്ച് സമയം വേണം. അറ്റേ ടൈം ഒന്നാണ് എനിക്ക് അത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ചില ആൾക്കാരുടെ അടുത്തൊക്കെ കാണാം 6 എണ്ണമൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ചട്ടി ഇതൊക്കെ. പക്ഷെ എൻ്റെ കയ്യിൽ 1 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇങ്ങനെ ഇതാക്കി വരാൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇങ്ങനത്തെ പണികളൊക്കെയാണ് ആദ്യം തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ നോമ്പറക്കാനുള്ള സമയമായതുകൊണ്ട് ഞാൻ അതാ വാട്ടർ മെലനും കുറച്ച് സ്വീറ്റ് മെലനും കട്ട് ചെയ്യണം. വാട്ടർ മെലൻ ഇല്ലാണ്ട് ഇഫ്താർ ഉണ്ടാവില്ലല്ലോ അല്ലേ. എല്ലാവർക്കും എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഇഫ്താറെന്ന് പറഞ്ഞാൽ എപ്പോഴും വാട്ടർ മെലൻ, പിന്നെ ഒന്നെങ്കിൽ സമൂസ, കട്ട്ലേറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുവിധം എല്ലാ വീട്ടുകളിലും എപ്പോഴും ഉണ്ടാവണമാണല്ലോ അല്ലേ. ഇപ്പോൾ കിട്ടുന്ന സ്വീറ്റ് മെലനൊക്കെ നല്ലതാട്ടോ. ഇവിടെ UAE നാട്ടിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. UAE കിട്ടുന്നതൊക്കെ ഇപ്പോൾ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള സ്വീറ്റ് മെലൻ. സൈസ് കുഞ്ഞ് സൈസ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ഫ്രൂട്ട് സലാഡും കൂടി ആക്കാൻ വിചാരിച്ചു. തട്ടിക്കൂട്ട് ഫ്രൂട്ട് സലാഡാണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒന്നെങ്കിൽ ഫ്രൂട്ട് സലാഡ്, പിന്നെ റൂഅഫ്സ, അങ്ങനത്തെ സാധനങ്ങൾ. ഇന്ന് റൂഅഫ്സ ഉണ്ടാക്കിയില്ല. റൂഅഫ്സ നമ്മുടെ മറ്റേ റോസ് മിൽക്ക്, അപ്പം ഇന്ന് അതുണ്ടാക്കിയില്ല. അതിന് പകരം ഇതുണ്ടാക്കി. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രേപ്സും പിന്നെ കുറച്ച് ഡേറ്റ്സും പിന്നെ കുറച്ച് ഒരു കടിക്കുമ്പോൾ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ടും പിന്നെ കുറച്ച് അനാറും കൂടി ചേർത്ത് അത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് സെർവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ അതിൽ കുറച്ചും കൂടി ഒന്ന് അനാറിട്ടാൽ കാണാൻ കുറച്ചൊരു ഭംഗിയുണ്ടാവും. അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോൾ നോമ്പ് തുറക്കുള്ള പരിപാടികൾ. പിന്നെ ഇപ്പം അടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ടാങ്ക് കണ്ട്. നിങ്ങൾ ആരെങ്കിലും ടാങ്ക് ഇപ്പോൾ യൂസ് ചെയ്യലുണ്ടോ? ഞാൻ കുറേ കാലമായി ഞങ്ങളിവിടെ വീട്ടിൽ യൂസ് ചെയ്തിട്ട് കുറേ കാലമായി. പണ്ടൊക്കെ ടാങ്ക് കഴിച്ചിരുന്നു. ടാങ്ക് കണ്ട ഒരു ഓർമ്മയിൽ, ടാങ്ക് കണ്ടപ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മയിൽ അത് വാങ്ങിച്ചതാണ്. അങ്ങനെ അതും ഉണ്ടാക്കി. കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടാലാണല്ലോ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതാ പിസ്സ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഞങ്ങളിപ്പോൾ അങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ഇപ്പോൾ കഴിക്കില്ല. നോമ്പറന്ന് കഴിഞ്ഞ് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്നൊരു ഷോപ്പിങ്ങിന് പോയി. ഇന്ന് മോളെ ലാസ്റ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ മറ്റാൾ അവൾക്ക് എൻജോയ് ചെയ്യണം, അവൾക്ക് കുക്കീസ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി എന്നിട്ട് കുക്കീസൊക്കെ വാങ്ങിച്ച് വെറുതെ ഒന്ന് കറങ്ങി അടിച്ച് തിരിച്ചു വന്നു.